In this video, we will discuss about chart, Microsoft Excel, different types of chart. Chart or graph provide visual representation of worksheet data. കറണ്ട് റൺ ചെയ്യുന്ന വർക്ക്ഷീറ്റിലെ ഡാറ്റകൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ആ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ പേരാണ് ചാർട്ട്. എ ചാർട്ട് മേ ബി എംബഡ് ഇൻ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. ചാർട്ട് എക്സ്പെൻഡ് ചെയ്യുന്ന ഡാറ്റ, ആ ഡാറ്റ ഉപയോഗിച്ച് ഒരു ചാർട്ട് മേക്ക് ചെയ്യും. ആ ചാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കറണ്ട് വർക്ക്ഷീറ്റിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഷീറ്റിൽ, സെപ്പറേറ്റ് ഒരു ചാർട്ട് ഷീറ്റ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് വർക്ക്ഷീറ്റിൽ ആ ചാർട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഓക്കെ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്: കോളം ചാർട്ട് ഓർ ബാർ ചാർട്ട്, ദെൻ പൈ ചാർട്ട്, ലൈൻ ചാർട്ട് ഓർ ഏരിയ ചാർട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട്, ദാറ്റ് ഈസ് ഹിസ്റ്റോഗ്രാം. ഈ ടൈപ്സ് ഓഫ് ചാർട്ടുകൾ നമ്മൾ അവൈലബിൾ ആണ്. ഇത് ഏത് ചാർട്ടും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, പൈ ചാർട്ട്സ് ആർ വെരി യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് വാല്യൂസ്. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൈ ചാർട്ടാണ്. ഈ പൈ ചാർട്ട് വളരെ സിംഗിൾ ഡാറ്റ കമ്പയർ ചെയ്യാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കൺസെപ്റ്റാണ് പൈ ചാർട്ട്. ബട്ട് പൈ ചാർട്ട് ക്യാൻ ഓൺലി യൂസ് വൺ ഡാറ്റ സീരീസ് അറ്റ് എ ടൈം. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. സിംഗിൾ ഡാറ്റ സീരീസ് മാത്രമേ ഒരേ സമയത്ത് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. ഫ്രം ഇൻസെർട്ട് മെനു ചൂസ് ചാർട്ട്. ഇൻസെർട്ട് മെനു നമുക്ക് ചാർട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ ലൈൻ ചാർട്ട് ഉണ്ട്. മൾട്ടിപ്പിൾ ലൈൻസ് യൂസ് ചെയ്യുന്ന ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്. ഇതുപോലെ 100% വരിക. പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്ന പെർസെൻറ്റേജ് ചാർട്ട് എന്നൊരു പേര് കൊണ്ട് നമുക്ക് അറിയപ്പെടാം. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട്. ഇത് കൂടാതെ മൾട്ടിപ്പിൾ ചാർട്ടുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 4 ചാർട്ടുകളാണ് കാണിക്കുന്നത്. ബാക്കി നമുക്ക് ഡാറ്റ നോക്കാം. ഇൻസെർട്ട് മെനു, ചാർട്ട്, ദെൻ ചാർട്ട് ആൻഡ് കോളം, ചാർട്ട്സ്. ഈ ഒരു ഡിവിഷൻ, ഈ ഒരു കംപ്ലീറ്റ് ഡിവിഷനും ചാർട്ടുകളാണ്. ഇത് ഫസ്റ്റ് വൺ ചാർട്ട്, ബാർ ചാർട്ട്, അല്ലെങ്കിൽ കോളം ചാർട്ട്. എഴുതിയുണ്ട് താഴെ ഉണ്ട് ബാർ ചാർട്ട്, കോളം ചാർട്ട്. ഇവിടെ ലൈൻ ചാർട്ട് ആണ്, അല്ലെങ്കിൽ ഏരിയ ചാർട്ട്. എന്താ ലൈൻ അല്ലെങ്കിൽ ഏരിയ. ഹെഡിങ് നോക്കുക കേട്ടോ, ലൈൻ ഓർ ഏരിയ ചാർട്ട്. നെക്സ്റ്റ് വൺ പൈ ചാർട്ട്. നല്ല ബേസിക് ആയിട്ട് പഠിക്കുന്ന ചാർട്ട് അത്രേ ഉള്ളൂ. ഹയറാർക്കിക്കൽ ചാർട്ട്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട്. നെക്സ്റ്റ് വരുന്ന സ്കാറ്റർ ചാർട്ട് അല്ലെങ്കിൽ ബബിൾ ചാർട്ട്. ഓക്കെ, ഇങ്ങനെ പല ടൈപ്പ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. സർഫസ് ചാർട്ട്, റഡാർ ചാർട്ട്, കോംബോ ചാർട്ട്, വാട്ടർഫാൾ, സ്റ്റോക്ക് ചാർട്ട്. നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് ഇവിടെ ഡാറ്റ പിക്ക് ചെയ്യാം. അപ്പൊ അരുൺ എന്നുള്ളൊരു ഡാറ്റ, അരുൺ എന്നുള്ള നെയിമിൽ 3 ടെസ്റ്റ് നടത്തിയ മാർക്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ചാർട്ട് അറേഞ്ച് ചെയ്യാം. ഇതാണ് ബാർ ചാർട്ട്, കോളം ചാർട്ട്. 2 ഡയമെൻഷനാണ്, 3 ഡയമെൻഷനാണ്, 2D ബാർ ഡയറക്ഷൻ, 3D ബാർ ഡയറക്ഷൻ. നമുക്ക് ഏത് രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതാ. ഓൾറെഡി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാർ ഡയഗ്രം ഇവിടെ വന്നു. ഇവിടെ ഫസ്റ്റ് ടെസ്റ്റ് 20ലാണ്, അതിന് കിട്ടിയ മാർക്സ് ആണ് ഉള്ളത്. സെക്കൻഡ് ടെസ്റ്റ് 15 മാർക്സ്, അതിന് കിട്ടിയ ടെസ്റ്റ്. തേർഡ് ഇവിടെ. അപ്പോൾ ഈ 3 കാറ്റഗറി കണ്ട. ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡാറ്റ ചേഞ്ച് ചെയ്ത് നോക്കാം ഇവിടെ. അതായത് സെക്കൻഡ് ഡാറ്റ ആഡ് ചെയ്യാം. സെലക്ട് ഡാറ്റ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഡാറ്റ എടുത്തുള്ള 2 ഡാറ്റ എടുക്കാം. അരുണിന്റെ ഡാറ്റ എടുക്കാം, അതുപോലെ സൽമാൻ ഫാരിസ് സെയിം ഡാറ്റ, 2 ഡാറ്റ എടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. ഈ കണ്ടോ, ഫസ്റ്റ് ടെസ്റ്റ് പേപ്പറിൽ ഈ ബ്ലൂ കളേർഡ് ആയിട്ടുള്ളത് അരുൺ പി, സെക്കൻഡ് വൺ സൽമാൻ ഫാരിസ്. ഇത് സെക്കൻഡ് പേപ്പറിൽ 2 പേർക്ക് കിട്ടിയ മാർക്സ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 2 രൂപത്തിൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഈ മൂന്നാമത് ഒരാൾ ആഡ് ചെയ്യണമെങ്കിലോ സെയിം കൺസെപ്റ്റ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ സെലക്ട് ഡാറ്റ. ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്താൽ കംപ്ലീറ്റ് എടുക്കാം. ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഡാറ്റ ഇവിടെ ഓൾറെഡി നമുക്ക് ചൂസ് ചെയ്യാം. 3 വാല്യൂസ് ചൂസ് ചെയ്യുക. ചാർട്ട് ഇൻസെർട്ടില് ചാർട്ട് ഫസ്റ്റ്. ഓക്കെ, 3 ടൈംസ്. ചാർട്ട് കണ്ടോ, അരുൺ പിയുടെ ഡാറ്റയാണ് ബ്ലൂ കളർ. സൽമാൻ ഫാരിസിന്റെ കളർ ദിസ് വൺ കണ്ടോ, സെപ്പറേറ്റ് കാണും. ഇനി ഈ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ വർക്ക് കണ്ടോ, ഇത് ഡിസൈൻ അപ്പം നടക്കുന്നത്. നമുക്ക് ഡിസൈൻ കൊടുക്കാം, ഓരോ ഡിസൈൻ ചേഞ്ച് ചെയ്യാം. കണ്ടോ, ഡിസൈൻ വർക്ക്. ഓക്കെ, ഓരോ ടൈപ്പ് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് ഡിസൈനും കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഡിസൈൻ താഴെ വരുന്നുണ്ട്, വേറെ ഡിസൈൻ. ഓക്കെ, അതുപോലെ ലേഔട്ട്, അറേഞ്ച്മെന്റ് ലേഔട്ട്. നമുക്ക് വേണ്ട രൂപത്തിൽ ലേഔട്ട് അറേഞ്ച് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേഔട്ട് അറേഞ്ച് കിട്ടും. ഓക്കെ,
then സ്വിച്ച് റോ കോളും ചേഞ്ച് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്യാം. കണ്ടാ ഇവിടെ ഇപ്പോൾ സീരീസ് 1 സീരീസ് 2 സീരീസ് 3 എന്നായി. ഇവിടെ നെയിമായി എൻ്റർ ചെയ്ത് സ്വിച്ച് ചെയ്യാം ഡാറ്റ. ഓക്കെ, നമ്മൾ നേരത്തെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് സെലക്ട് ഡാറ്റ, അതാണ് കൺസെപ്റ്റ്. ചേഞ്ച് ചാർട്ട് ടൈപ്പ് വേണം. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ചാർട്ട് അറേഞ്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇതേ ചാർട്ട് തന്നെ ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് പുതിയ വേറൊരു ചാർട്ടിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കോളം ചാർട്ട് ആയിരുന്നു അല്ലേ, ഇനി ലൈൻ ചാർട്ട് കൊടുക്കാം. സെയിം കണ്ടന്റ് കണ്ട 3 വാല്യൂസ് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, ലൈൻ ചാർട്ട്. അതും നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ ഡിസൈനും അവൈലബിൾ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. ദെൻ പൈ ചാർട്ട് പൈ ചാർട്ട് എടുക്കാം. കണ്ട, പക്ഷെ പൈ ചാർട്ടിലെ പ്രത്യേകത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിസഡ്വാൻറ്റേജ് സിംഗിൾ ഡാറ്റയാണ് അറ്റ് എ ടൈം ചെയ്യാൻ കഴിയുള്ളൂ, മൾട്ടിപ്പിൾ ഡാറ്റ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ അരുൺ പി ഇപ്പൊ 3 സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അരുൺ പി എന്ന് പറഞ്ഞ ഒരു ഡാറ്റ മാത്രമേ ഇപ്പൊ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി രണ്ടും കിട്ടുന്നില്ല, കാരണം സിംഗിൾ ഡാറ്റ, അത് ഒരാളുടെ ഡാറ്റ മാത്രമേ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയും, മൾട്ടിപ്പിൾ ഡാറ്റ അവൈലബിൾ ആവില്ല. അരുൺ പിയുടെ 3 സബ്ജക്ട് അതാണ് ഇവിടെ കാണുന്നത്, 1 2 3 3 സബ്ജക്റ്റിലെ മാർക്കുകൾ. രണ്ടാമത് സൽമാൻ ഫൈസിനെ കാണുന്നില്ല, പക്ഷെ ഇവിടെ ഉണ്ട്, ഡാറ്റ ഉണ്ട്, പക്ഷെ നമുക്കത് ഷോ ചെയ്യാൻ കഴിയില്ല, കാരണം സിംഗിൾ ഡാറ്റ മാത്രം ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഡാറ്റ മാത്രമേ ഈ പൈ ചാർട്ടിൽ അവൈലബിൾ ആവും. ചാർട്ട് പഴയ പോലെ നോക്കാം. കോളം ചാർട്ട്. ഇവിടെ ഫോർമാറ്റ് എന്ന് മെനു ഉണ്ട്, ഫോർമാറ്റ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റുകളുടെ എല്ലാ ഫോർമാറ്റും ചേഞ്ച് ചെയ്യാം. നേരത്തെ ഡിസൈൻ തന്നെ ഗ്രാഫിന്റെ ഡിസൈൻ ആയിരുന്നു. ഈ ഓരോ ഇവിടെ ടെക്സ്റ്റുകളുടെ സൈസ് ഒക്കെ മാറ്റാം. ടെക്സ്റ്റ് ഇത് രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം ഓട്ടോഫിൽ കളർ ചേഞ്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് വേണ്ട കളർ ചേഞ്ച് കൊടുക്കാം. ഇത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്, എവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനനുസരിച്ചിരിക്കും. നമുക്ക് ഈ ഒരു പാർട്ട് കളർ ഉണ്ട്, ഇത് കളർ ചേഞ്ച് ചെയ്യുന്ന വിചാരിക്കാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലെ കളർ ചേഞ്ച് ആയി. അപ്പൊ അങ്ങനെ ഏത് അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ചാർട്ടിന്റെ ഡിസൈൻസും ചേഞ്ച് ചെയ്യാം. ഓക്കെ അല്ലേ?